father of medicine? Option A, Herodotus. Option B, Chanakya. Option C, Hippocrates. Option D, Father Mental. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെറോഡോട്ടസ്, ചാണക്യ, ഹിപ്പോക്രാറ്റ്സ്, ഫാദർ മെന്റൽ. ഇതൊരു ചോദ്യമാണ്. പക്ഷേ ഈ ആൻസർ കാണുമ്പോഴാണ് കൺഫ്യൂഷനായി പോകുന്നത് അല്ലേ? ഈ ഓപ്ഷൻസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഇപ്പോഴാണ് കൺഫ്യൂഷനായി പോയത്. പക്ഷേ ഉത്തരം പറയണം നമ്മൾ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് യുവർ ടേൺ. ബസർ. ഓക്കെ, കോട്ടൺ ഹിൽ സ്കൂൾ വീണ്ടും പ്രസ് ചെയ്തിരിക്കുകയാണ്. And I'm waiting for your answer. Please, what's your answer? Option C, Hippocrates. Option C, Hippocrates. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ് ആണ് എന്നുള്ളതാണ് എ ടീം പറയുന്നത്, കോട്ടൺ ഹിൽ സ്കൂളിലെ കുട്ടികൾ പറയുന്നത് അല്ലേ? ഇനിയൊന്ന് ചിരിച്ചേ സന്തോഷമായിട്ട്. ചിരിക്കണോ ചിരിക്കേണ്ടതെന്നുള്ള പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ചിരിക്കണോ ചിരിക്കേണ്ടേ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വാച്ച് ചെയ്യാം. Congratulations, very nice, very nice, very nice. Okay. ഹിപ്പോക്രാറ്റസ് നമ്മുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇന്ന് നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ പിതാവ്. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എത്രമാത്രം മെഡിസിൻ ഉപയോഗിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ അത്രമാത്രം മെഡിസിൻ ഉപയോഗിക്കാതെ ജീവിക്കണം എന്നുള്ളതാണ് അല്ലേ? നമ്മൾ ചില ആളുകൾക്ക് മരുന്നൊരു അഡിക്ഷനാണ്. ചെറിയൊരു തലവേദന വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കും. നിങ്ങളൊക്കെ അങ്ങനെ കഴിക്കാറുണ്ടോ? ഇല്ല. ഞാനൊന്നും ടാബ്ലറ്റേ കഴിക്കുന്ന ഒരാളല്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബോഡി എക്സസൈസ് ഒക്കെ ചെയ്യണം. രാവിലെ എണീറ്റ് നടക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അസുഖങ്ങളിൽ നിന്നൊരു പരിധിവരെ നമുക്ക് മോചനം നേടാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഈ കൊളസ്ട്രോൾ, പ്രഷർ, ഇതിൽ നിന്നൊക്കെ മോചനം നേടുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ മെൻ്റലി മാനസികമായിട്ട് നമ്മൾ വല്ലാതെ ടയേർഡ് ആവുന്ന സമയത്ത്, മാനസികമായിട്ട് പ്രഷർ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ഇത് ശാരീരികമായിട്ടുള്ള രോഗമായിട്ട് മാറുന്നത്. എല്ലാ മെഡിസിനും, ഏതൊക്കെ മെഡിസിൻ ആണെങ്കിൽ പോലും അത് കെമിക്കൽസാണ്. അത് ബോഡിയിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാക്കും. പക്ഷേ ചില ആവശ്യത്തിനില്ലാതെ നമ്മൾ മരുന്ന് കഴിക്കുന്ന സമയത്ത്, ചെറിയൊരു തലവേദന ഉണ്ടാകുന്ന സമയത്ത്, ചെറിയൊരു പനി ഉണ്ടാകുന്ന സമയത്ത് അതൊന്നും മരുന്ന് കഴിക്കരുത്. നിങ്ങൾ മരുന്നിനോട് പരമാവധി അകന്ന് നിൽക്കുക. പിന്നെ കഴിച്ചേ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് കഴിക്കുക കേട്ടോ.